അമ്മ എന്ത് പണിയായി കാണിക്കുന്നേ? അമ്മ എന്തിനാ അവിടെ കയറിയിരുന്നത്? ഞാനെപ്പോഴും ഇവന്റെ അടുത്തിരുന്നല്ലേ ഭക്ഷണം കഴിക്കുന്നേ. ഇന്ന് മാത്രം പ്രത്യേകിച്ച് എന്താ ഒരു ചോദ്യം? അല്ലമ്മേ, അവര് ഭാര്യയും ഭർത്താവൂല്ലേ? അവരൊന്നിച്ചല്ലേ ഇരിക്കേണ്ടത്? എന്നിട്ട് നീയും ചന്ദ്രശേഖരന് അടുത്തടുത്താണോ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നത്? വേണ്ട, പത്മിനിയും പരമേശ്വരനും ഒന്നിച്ചാണോ ഇരിക്കുന്നത്? എന്തായി തർക്കം? കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അതിൽ ആരെവിടെ ഇരുന്നാലെന്താ? മോളെ പ്രിയങ്കേ, വരുണിന് ഭക്ഷണം വിളമ്പിക്കൊടുക്ക്. അവന് ഞാൻ വിളമ്പിക്കോളാം. അമ്മേ, അതൊക്കെ അവരുടെ സ്വകാര്യതയല്ലേ? എല്ലാവരും കൂടിയിരിക്കുന്ന ഡൈനിങ് ടേബിളിൽ എന്ത് സ്വകാര്യതയാ? അല്ല, ഇതെന്താ പ്രത്യേക ശീലങ്ങള്? ചില ശീലങ്ങളുടെ ആവശ്യമുണ്ട്, അതുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയാൽ മതി. പത്മിനി, സത്യത്തിൽ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തോ മുള്ളും മുനയും വെച്ച് സംസാരിക്കുന്ന പോലെ തോന്നുന്നു, അതാ ചോദിച്ചത്. ഒന്നുമില്ല. മോളെ രാധികെ, നീ എന്താ അവിടെ മാറി നിൽക്കുന്നേ? ഒന്നുമില്ല മുത്തശ്ശി. ഇങ്ങ് വാ. നിന്നോടാരെങ്കിലും ഇതിലൊന്നും തുടരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ എല്ലാവർക്കും വിളമ്പിക്കൊടുക്കാനും കഴിപ്പിക്കാനും ഒക്കെ വലിയ ഇഷ്ടമായിരുന്നല്ലോ നിനക്ക്. ആ കറി ഇങ്ങോട്ടെടുക്ക. എടുക്ക്. എന്നിട്ട് വരുണിന് വിളമ്പിക്കൊടുക്ക. അവൻ മതിയാവോളം കഴിക്കട്ടെ. വിളമ്പി കൊടുക്കാനല്ലേ പറഞ്ഞത്? ആ, എല്ലാവരോടുമായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ ആരും പുതിയ ശീലങ്ങൾ ഉണ്ടാക്കണ്ട. ആരെയും പ്രത്യേകിച്ച് വാഴിക്കാനും ശ്രമിക്കണ്ട. അത് ഞാൻ സമ്മതിച്ചു തരില്ല. അമ്മ എന്തോ മനസ്സിൽ വെച്ചാണല്ലോ സംസാരിക്കുന്നത്. എന്ത് ചെയ്യാനാ? ഇപ്പോഴത്തെ ഈ കുടുംബത്തിന്റെ അവസ്ഥ ഇതായിപ്പോയി. എല്ലാം മാറും. മാറാതെ എവിടെ പോവാനാ?